ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രവീന്ദ്രാണ് ഗായ്സ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ വന്നു ഗായ്സ്. കണ്ടു, ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു ഗായ്സ്. എന്റെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ ഞാൻ കിടന്നാല് എന്താണ് ഇത്ര വൈകിച്ച് വെച്ചാല് ഞാൻ ഇതിട്ട് എന്താണെന്ന് മനസ്സിലായി ഗായ്സ്. ഞാൻ ഇവിടെ കുറെ ഗ്രൈൻഡിങ് ഭയങ്കര കുറെ പണിയായിരുന്നു. ഞാൻ ഈ അയൺ ഫാമിലി അയൻകുളം നമ്മുടെ ആദ്യമായിട്ട് വന്നു നമ്മുടെ വീഡിയോയിലാണ് വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അത് പറയാൻ സമയമില്ല, കുറെ കാര്യങ്ങൾ നടന്നു. ഞാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത കാരണം ഞാൻ നെതറിൽ കയറിയിട്ട് അന്ന് എന്നെ ഗാസ്റ്റ് വന്ന് എന്താണ് ഗാസ്റ്റിന്റെ ഫയർ ബോൾ അടിച്ചിട്ട് ഞാൻ കരയിലോട്ട് എടുത്ത് ചാടാൻ നോക്കിയാണ്. പക്ഷെ രാവിലോട്ട് ചാടിട്ട് എന്റെ സാധനങ്ങൾ മൊത്തം പോയി. അങ്ങനത്തെ പ്രശ്നത്തിലായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ എന്റെ സാധനങ്ങൾ തിരിച്ചെടുത്ത് ട്രേഡ് ചെയ്ത് കുറെ സ്റ്റിക്ക് ഇവിടുത്തെ മരമൊക്കെ കുറെ വെട്ടി സ്റ്റിക്ക് ട്രേഡ് ചെയ്ത് ഞാൻ ഈ ആർമർക്ക് ഒപ്പിച്ചു. അത് മാത്രമല്ല നമ്മള് എന്ത് കാണിച്ചു തരാം, ലൈബ്രറിയും വില്ലേജസിനെ കൊടുന്നു ഗൈസ്. ഇപ്പൊ ഇതില് ഈ 17 ലൈബ്രറിയും വില്ലേജസ് ഉണ്ട്. ഞാൻ അധികമൊന്നും കൊണ്ടുവന്നില്ല. എന്റെ 3 വില്ലേജറും കൂടി വേണം, 3 വില്ലേജറും കൂടി വേണം എന്റെ ഫുള്ള് എൻജോയ്മെന്റ് ബുക്സ് കിട്ടാൻ വേണ്ടി. പക്ഷെ എനിക്കിപ്പ ആ മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾക്ക് മാത്രം ഇത്ര വില്ലേജസ് കിട്ടും. ഷൂട്ടിങ് 3 സോഡിനെ പ്രൊട്ടക്ടർ എല്ലാം കിട്ടും. കിട്ടാത്ത പവർ 5 5 ഒക്കെയാണ്. പിന്നെ വേറെ ഏതൊരു എൻജോയ്മെന്റ് അത് ഏതാണ്ട് തിരഞ്ഞെടുക്കാം. അത് ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ വില്ലേജസ് ഞാൻ മേടിക്കുന്നത്. അപ്പൊ മേടിച്ചിട്ട് ഞാൻ എന്തൊക്കെ മേടിച്ച് കാണിച്ചത്, ഇത് നമ്മുടെ ഇത് ഞാൻ മേടിച്ചില്ല, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മേടിച്ചിട്ട് തന്നെ ഇതിനെ എൻജോയ് ചെയ്തില്ല. ഈ പിക്കാക്സ് എൻജോയ് ചെയ്തിട്ടുണ്ട്. സിൽ ടച്ച് അൺബ്രേക്കിംഗ് ഇതൊക്കെ ചെയ്ത് ഇത്രയും ഭയങ്കര വർക്കായിരുന്നു. ഞാൻ ഫുള്ളി പ്രിപ്പയർ ആയിട്ടൊന്ന് ഫുള്ളി തന്നെ കുറച്ചൊരു പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് ബ്ലേസിനെ കൊല്ലാൻ കഴിച്ചു. പിന്നെ ഞാൻ എന്റെ കയ്യിലെ സോഡ് നിങ്ങൾ കണ്ട കണ്ട ഫുള്ള് ഇത് മൊത്തം ഫുള്ള് എന്റെ സോഡാണ്. കുറെ ലെവല് കളഞ്ഞ സോഡ്. പിന്നെ ഞാൻ എന്റെ ചെസ്റ്റിൽ ഞാൻ പ്രൊട്ടക്ഷൻ ഫോർ ഇനിയും കിട്ടും. അത് ഇനിയും വേണം, കുറച്ച് ഇനി 2 വേണം സോഡിന്. പിന്നെ ഇതിന് ഹെൽമെറ്റിനും പ്രൊട്ടക്ഷൻ ഫോർ കിട്ടും. ഇതിനും വേണം. അങ്ങനെ കുറെ പണിയുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത്, ലെവൽ എന്നുള്ള സംഭവം വേണം. അതാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ 3 ഉള്ളൂ. അപ്പൊ ആ ലെവൽ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്, ഞാനൊരു പൊക്കത്തോട് ഉണ്ടായി XP ഫാം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു XP ഫാം ഉണ്ടാക്കാൻ വിചാരിച്ചു ഗൈസ്. അത് നമ്മുടെ മോബിന്റെ ഒക്കെ. അപ്പൊ ഞാനത് പൊക്കത്തോട്ട് ഇങ്ങനെ പോയ കാരണം വെച്ചാല് ഈ നമ്മ അടിയിൽ നിന്ന് കില്ലിങ് ഏരിയ ആക്കണ്ട, അടി വെച്ച് കില്ലുന്നില്ല. നമ്മൾ പൊക്കത്തോട്ട് അവിടെ ഒരു കില്ലിങ് ഏരിയ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ അവിടെ നിന്നാൽ ഇവിടുത്തെ മോബൊന്നും സ്പോൺ ആവില്ല. റേറ്റ് ഒക്കെ അപ്പൊ കൂടുതൽ അടിക്കുന്നൊക്കെ അവിടെ നിന്ന് ഇതാക്കുമ്പോ പൊക്കത്ത് പോയിട്ട് നമ്മളൊരു മൂവ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതിൽ നിന്നിട്ട് നെക്സ്റ്റ് വെച്ച് നമുക്ക് ഇനിയും കൂടി ആർമർ അപ്ഗ്രേഡ് ആക്കിയിട്ട് നമുക്ക് ബ്ലേസിനെ കണ്ടുപിടിക്കാം. ഇവിടെയല്ല, ഫോർട്രസ് കണ്ടുപിടിക്കാം. ഞാൻ ബാസ്റ്റിന് 2 കണ്ടുപിടിച്ചു ഗൈസ്. ബാസ്റ്റിനൊക്കെ ഇപ്പൊ ആവശ്യമില്ല, വേറെ കാര്യം. പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞ അവിടെ നിന്ന് തന്നെയാണ് വീഡിയോ തുടങ്ങിയത്. അവിടെ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ, അതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമുണ്ട് ഗൈസ്. അതാണ് എന്റെ വീട്. ഞാനിപ്പോ അതിനെ പ്രത്യേകിച്ച് കാണിക്കുള്ളൂ. ഇപ്പൊ ഭയങ്കര ഇതാണ്. നമുക്ക് ആ എൻട്രാനൊക്കെ വന്നിട്ട് വേണം കാര്യങ്ങളോട്ടൊന്നും കടക്കാൻ അയച്ചത്. പക്ഷെ അത് എന്തായാലും ഞാനിപ്പോ ആ വീട് പണിയാണ് കാരണം ഹാൻഡ് ഫാമിന്റെ അടുത്താണ് ആ വീട് പണിയണത്. അപ്പൊ ആ പണിയുടെ ഇടയ്ക്ക് കായം കുറെ കിട്ടിപ്പോകും. അങ്ങനെ അയൺ കുറെ ട്രേഡ് ചെയ്താണ് ഗൈസ് ഇത്ര എൻജോയ്മെന്റ്സ് ഇതൊക്കെ കഴിക്കണം. പിന്നെ എനിക്ക് ഫോർച്യൂൺ വിൽക്കാക്കുണ്ട്. ഞാൻ അവിടെ അടുത്ത് ചെയ്യണം, ഇപ്പൊ ആക്കില്ല. എങ്ങനെ ആ റിപ്പോർട്ട് ആ പിക്കാക്സ് പോയാൽ പിന്നെ അത് ഒപ്പിക്കാൻ വേറെ എക്സ്പീരിയൻ വേണം. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഫോർച്യൂണിന്റെ പിക്കാക്സ് കുറെ സംഭവങ്ങൾ. ഞാൻ എന്തായാലും എല്ലാം എനിക്ക് പറയാൻ ഞാൻ മറന്നിട്ടുണ്ടാവും എന്തൊക്കെ പറയണ്ടത്. ഞാൻ ഇതിലേക്ക് ഒന്ന് പോയാറും വെറുതെക്കാ. അപ്പൊ ചത്തുന്നില്ല, ആദ്യം ചെത്താറുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഫോഴ്സ് കണ്ട വീടുണ്ട്. ഇങ്ങനെ ഫാസ്റ്റ് ഇങ്ങനെ പോകാറ്. അപ്പൊ അതിനുവേണ്ടി ഇതാക്കിയൊന്ന് വെറുതെ നോക്കിയാണ് എത്ര പോകുന്നു. അപ്പൊ എന്താണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഞാൻ കുറെ ഭയം കൂടെ പോയി. എനിക്ക് സൈഡും കൂടി മാത്രം പോകുള്ളൂ, നമ്മുടെ സോൾസ് ആൻഡ് വാലി. ആ വഴി പോയിട്ടില്ല. ആ വഴി പോയിട്ട് അവിടെ വല്ല ഫോട്ടോസ് ആക്കണം. അതിനുള്ള പ്രിപ്പറേഷൻ ആണ്. അവിടുത്തെ ഗാസ്റ്റിന്റെ അടിയും കൊള്ളണം. അങ്ങനെയൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ വേണ്ടിയാണ് ഞാൻ ഫോർ സ്പീഡ് എന്താണ് നമ്മുടെ
ക്വിക്ലിങ്സിന് ട്രേഡ് ചെയ്ത് ബൂട്ട് ഇത് മേടിച്ച് പിന്നെ ഫയർസിന് പോഷനും കുറച്ച് എൻട്രപ്പുകളൊക്കെ മേടിച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക്. അപ്പോൾ നമുക്ക് സോൾ സ്പീഡിന് കൂട്ടണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടങ്ങ് പോവാം നല്ല സ്പീഡിൽ. ആ ബുക്കും പിന്നെ കിട്ടിയിട്ടുണ്ട്, ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ ട്രേഡിങ് ഹാളിൽ. അപ്പോൾ ഇനിയും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതെന്തായാലും ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഒരു XP ഫാം ഉണ്ടാക്കുക. അപ്പൊ അതിനുള്ള റിസോഴ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പൊക്കത്തോട്ട് പണി തുടങ്ങാം. അപ്പൊ അതിനായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഇവിടെ ഉണ്ട്, ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ 2 ലെയർ ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടി വെയിറ്റ് കൂടാൻ വേണ്ടി. അപ്പൊ രാത്രി ആണല്ലോ കിടന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ റിസോഴ്സ് പൊക്കത്തോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതൊക്കെ എടുക്കാം. ആദ്യം ഇതൊക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് നമ്മുടെ റിസോഴ്സ് മാത്രം അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പൊ റിസോഴ്സ് ഒക്കെ എന്റെ കയ്യിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊക്കത്തോട്ടൊക്കെ തിരിയണം. അപ്പൊ പൊക്കത്തോട്ട് പോട്ടെ. അപ്പൊ ഇത് ഞാൻ പൊക്കത്തോട്ട് എത്താറായിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നേരത്തെ ഡിസൈൻ കണ്ട എന്റെ ഒരു വൈക്കാണ് ഇവിടെ. ഞാൻ എന്തായാലും അപ്പുറത്തോട്ട് വീഴുമെന്ന് അറിയാതെ ഞാൻ ഇങ്ങോട്ടാണ് ലാൻഡ് ആയത്. ഇവിടെ ഇല്ലെങ്കിൽ വെള്ളത്തിലോട്ട് വരും. പക്ഷെ ഞാൻ പൊട്ടത്ര കാണിച്ച് എല്ലാം ഇതാദ്യം പൊട്ടിച്ചാട്ടെ. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആദ്യം 4 ബ്ലോക്കിങ് നോക്കണം. ഇത് 1 2 3 4, എന്നിട്ട് അങ്ങോട്ട് 5 എണ്ണം എന്ന് പറയുമ്പോ 1 2 3 4 5. അപ്പ എന്താണ് ഞാൻ ചാടി ചാടണ പട്ടം പ്രശ്നമില്ല. ഇനി ഇങ്ങോട്ട് 3 എണ്ണം എന്ന് പറയുമ്പോ 4 എണ്ണം 1 2 3. ഇനി ഇങ്ങോട്ട് 5 എണ്ണം അല്ലേ 1 2 3 4. അപ്പൊ ഇതായിരിക്കും നമ്മുടെ കില്ലിങ് ഏരിയ. അപ്പൊ ഇനി മുതൽ ഞാൻ എന്റെ വോയിസ് റെക്കോർഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മര്യാദ ക്ലിയർ ആവുന്നുണ്ടാവില്ല മര്യാദക്ക്. അപ്പൊ എനിക്കിവിടെ ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട്. അപ്പൊ ഫാൻ ഓഫ് ആക്കിയിട്ട് ഞാൻ വർത്താനം പറയണം. ചൂടെടുത്തിട്ട് സംസാരിക്കാൻ പറ്റുള്ള എന്ത് ചൂടാണ്. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യാം, നിങ്ങൾ റെക്കോർഡ് നേട്ടാൽ മതി. അപ്പൊ ഞാനിതൊരു ട്യൂട്ടോറിയൽ നോക്കിയാണ് ചെയ്യണത്. മോബ് ഫാം ശരിക്കും സിമ്പിൾ ആണ്, പക്ഷെ കൂടുതലായിട്ട് നമുക്ക് റിസോഴ്സ് കൂടുതൽ വേണം. എല്ലാം നമുക്ക് പറ്റാവുന്ന റിസോഴ്സ് ആണ്, പക്ഷെ അതിന്റെ കൂടുതൽ വേണം, ബ്ലോക്കുകൾ കൂടുതൽ വേണം. അപ്പൊ അതൊക്കെ വെച്ചാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കണില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു പോകാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യും ഗൈസ്. ഇത് കാരണം പിന്നെ വീഡിയോയുടെ ലെങ്ത് അധികം കൂട്ടാണ്ടിരിക്കാണ്ട് ഞാൻ ആദ്യം ഒന്നും കാണിച്ചിട്ടില്ല ഗൈസ്. പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഇത് ഉണ്ടാക്കി കില്ലിങ് ഏരിയ. and ട്രാപ്പ് ഡോറും കൂടി വെച്ചിട്ടുള്ളൂ. അപ്പൊ പെർഫെക്റ്റ് ആവും. ട്രാപ്പ് ഡോർ ഒക്കെ വെച്ച് എല്ലാം മോബിലിന്റെ ഡ്രോപ്പ് ഒക്കെ വീഴൊക്കെ ചെക്ക് ചെയ്ത് ട്രാപ്പ് ഡോർ സ്ലാബിന്റെ പൊക്കത്തൊക്കെ ഇട്ടു. ഓക്കെ ഇതൊക്കെ വർക്കായി. അപ്പൊ ഞാൻ 16 ബ്ലോക്ക് പൊക്കത്തോട്ട് പോയി. എന്നിട്ട് എന്താണ് നമ്മുടെ ഇതിനെന്താ പറഞ്ഞ പ്ലക്കാർഡാ അങ്ങനെ എന്തോ പേര് പറഞ്ഞ എന്താണ് ഇതൊക്കെ വെച്ച് ഇതിന്റെ പൊക്കത്ത് വാട്ടർ ഒഴിച്ച്. എന്നിട്ട് ഞാൻ വീണ്ടും 4 ബ്ലോക്ക് പൊക്കത്തോട്ട് ഇങ്ങനെ 2 ബ്ലോക്ക് വീതിയിൽ 7 ബ്ലോക്ക് ഇങ്ങനെ പൊക്കത്തോട്ട് വെച്ച് ഇങ്ങനെ പോയി. എന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതിന്റെ പൊക്കത്ത് ട്രാപ്പ് ഡോർ ഒക്കെ വെച്ച്. അപ്പോഴാണ് നമ്മുടെ ചെറിയൊരു ട്രാൻസിഷൻ നമ്മുടെ മോബ് ഫാം ഉണ്ടായി കഴിഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ, അതന്നെ ഒരു ലെയറും കൂടി ഇങ്ങനെ പൊക്കത്തുണ്ടാക്കി. എന്നിട്ട് ഞാൻ എല്ലാം മൂടിയിട്ട് ടോർച്ചൊക്കെ മാറ്റി ഞാൻ അതിന്റെ ഒരു ഏണിച്ച് അടിയിലോട്ട് ഇറങ്ങി. അങ്ങനെ ഏണി പൊട്ടിച്ച് 2 ബ്ലോക്ക് തിരിച്ചു വെച്ച് ഞാൻ മോബ് തന്നെ നോക്കിയപ്പോ മോബൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം സക്സസ് ആണ് പിന്നെ ഞാൻ എന്റെ തലയില ഹെൽമെറ്റ് ഫുൾ എൻചാൻഡ് ചെയ്ത്. ഇപ്പൊ എനിക്ക് ഞാൻ കയറി വരുമ്പോ തന്നെ കാണാൻ പറ്റും എന്റെ ഓക്സിജൻ ഒന്നും എന്റെ ബബിൾ അങ്ങനെ പെട്ടെന്ന് പോകണില്ല. കാരണം വെച്ചാൽ ഇതിന്റെ റെസ്പിറേഷൻ 3 ഉള്ളതുകൊണ്ട്. നമ്മുടെ മോബ് ഫാം നന്നായിട്ട് തന്നെ വർക്കാവുണ്ട് നല്ല രീതിക്ക് വർക്കാവുണ്ട്. 2 ലെയർ ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിക്ക് വർക്കാവുണ്ട്. പെട്ടെന്ന് തന്നെ എക്സ്പി കിട്ടുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡ്രോപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ആംഗിൾ വെച്ചത് എൻചാൻഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് എന്റെ ഹെൽമെറ്റ് എൻചാൻഡ് ചെയ്തത്. അപ്പൊ ഇവിടെ വരെ എക്സ്പി എടുക്കാൻ എൻചാൻഡ് ചെയ്യുക അതിനുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ ചെയ്യണത്. നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ നിന്ന് പൊട്ടിച്ചിട്ട് മാറ്റി. പിന്നെ ഹെൽമെറ്റിൽ ഇടണം, ഇതൊക്കെ ചെയ്യണം ബൂട്ടിലും ചെസ്റ്റിലും.
പാൻറ്റിലൊക്കെ ഇടണം ഗൈസ്. അപ്പൊ ഇതൊക്കെ ചെയ്യണം. ഞാൻ ഇനി എൻജോയ്മെന്റ് ചെയ്യണത് കാണിക്കാനുള്ള ഗൈസ്. ഇത് ഞാൻ എൻജോയ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ ബ്ലേസിനെ കൊല്ലാൻ പോണ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ലെവലൊക്കെ ഒപ്പിച്ച് നല്ല ആർമറൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. ഇത് കുറച്ച് ദിവസം എടുക്കും, കാരണം എൻ്റെ എമറാൾഡും ഇല്ല മേടിക്കാനായിട്ട്. എൻ്റെ കയ്യിലുള്ള അയനൊക്കെ തീർന്ന് എമറാൾഡ് മേടിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് ഈ എൻജോയ്മെന്റിങ് ഒക്കെ ചെയ്തത്. സോഡിലും നമ്മുടെ ഹെൽമെറ്റിലും ചെസ്റ്റ് പ്ലേറ്റിലും. അപ്പൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. ബൈ.